Dear students, നമ്മൾ കഴിഞ്ഞ ദിവസം മാത്സിൻ്റെ ക്ലാസ് എടുത്ത സമയത്ത് ഒരു ഹോംവർക്ക് ഞാൻ തന്നിരുന്നു നിങ്ങൾക്ക്. പേജ് നമ്പർ 44-ലെ 44-ാമത്തെ പേജിലെ 9-ാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് പല കുട്ടികളും ഡൗട്ട് പറഞ്ഞൊരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു ഇത്തരത്തിലൊരു വീഡിയോ ക്ലാസ്സായിട്ട് നമ്മൾ എന്ത് ചെയ്യുക തരികയാണ്. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് വായിച്ച് നോക്കുക. എവിടെയെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം എല്ലാവർക്കും എഡ്യൂസോണിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ നോക്കൂ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. ക്വസ്റ്റ്യൻ വായിച്ചേണ്ട ആവശ്യം ഇല്ല എന്ന് വിചാരിക്കുന്നു, എങ്കിൽ പോലും ആ ക്വസ്റ്റ്യൻ തുടങ്ങുന്നുണ്ട്. A triangle is drawn by joining a point on a semicircle to the ends of the diameter. Then semicircle are drawn with the other two sides as diameter. Prove that the sum of the areas of the blue and red present in the second picture is equal to that area of the triangle. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒത്തിരി അതിനെക്കുറിച്ച് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടൊക്കെ ഷെയർ ചെയ്താണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നു നമുക്ക് നോക്കാം. ആദ്യം ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു സെമി സർക്കിളാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, അല്ലേ? ഒരു സെമി സർക്കിൾ. ആ സെമി സർക്കിളിലായിട്ട് നമുക്കറിയാം ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ട്രയാങ്കിൾ കറക്റ്റ് മനസ്സിലാക്കാം. ഇനി സെക്കൻഡ് പിക്ചറിൽ ഇതുപോലെ ഈ സെമി സർക്കിൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇതിന്റെ എ ബി എന്ന രണ്ട് സൈഡുകൾ, ആ പോർഷൻസിൽ എന്ത് ചെയ്തു, ഒരു സെമി സർക്കിൾ എ പോർഷൻസിനെയും ഒരു സെമി സർക്കിൾ ബി പോർഷൻസിനെയും വരച്ചെടുത്ത് ഇത്തരത്തിൽ ഈ കാണുന്ന പിക്ചർ ഇങ്ങനെയാക്കി മാറ്റിയിട്ടുണ്ട് ഉണ്ടല്ലോ. ഇനി എന്താണ് പ്രൂവ് ചെയ്യേണ്ട കാര്യം? ഈ ഒരു പിക്ചറിലെ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം, അല്ലെ? ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അതുപോലെ ഈ വരച്ചിരിക്കുന്ന ഈ ഡോട്ടഡ് പോർഷൻസ് ഉണ്ട്, അല്ലെ? ഡോട്ട് ചെയ്ത ഷെയ്ഡഡ് പോർഷൻസ് ഉണ്ട്. ഈ രണ്ട് ഷെയ്ഡഡ് ചെയ്ത പോർഷൻസിന്റെ ഏരിയ എന്തിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം? ഈ കാണുന്ന ട്രയാങ്കിളിന്റെ ഏരിയക്ക് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി. ഇതാണ് ക്വസ്റ്റ്യനിൽ അവസാനം പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും? ഏറ്റവും ലാസ്റ്റ് പറഞ്ഞു, പ്രൂവ് ദാറ്റ് ദ സം ഓഫ് ദി ഏരിയാസ് ഓഫ് ദി ബ്ലൂ ആൻഡ് റെഡ് ക്രസന്റ് ഇൻ ദി സെക്കൻഡ് പിക്ചർ. ബ്ലൂ ആൻഡ് റെഡ് ഓർത്താൽ മതി. ഫസ്റ്റ് സെക്കൻഡ് ബ്ലൂ, ഫസ്റ്റ് സെക്കൻഡ് റെഡ്, അങ്ങനത്തെ ഒരു ഡോട്ടഡ് പോർഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? സെക്കൻഡ് പിക്ചർ ഈസ് ഈക്വൽ ടു ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്ന ട്രയാങ്കിളിന്റെ ഏരിയ എന്തിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം? ഈ ഡോട്ടഡ് പോർഷൻസിന്റെ ഏരിയക്ക് ഈക്വൽ ആവണം. തിരിച്ചു പറഞ്ഞാലും ഏകദേശം ഒരേപോലെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നാൽ ശരിക്കും എന്തായിരിക്കും? ഈ കാണുന്ന ട്രയാങ്കിളിന്റെ ഏരിയ, അതിന്റെ ആൻസർ ഈ രണ്ട് ഡോട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷൻസിന്റെ ഏരിയക്ക് ഈക്വൽ ആയാൽ മാത്രം മതി. നമുക്ക് ആദ്യം നമ്മുടെ ഫസ്റ്റ് പിക്ചറിലേക്ക് പോകാം. ഫസ്റ്റ് പിക്ചറിൽ കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം ഈ ഒന്നാമത്തെ പിക്ചർ എന്നാണല്ലോ സെക്കൻഡ് പിക്ചറിലേക്ക് നമ്മൾ പോകുന്നത്, അല്ലേ? ഒന്നാമത്തെ പിക്ചർ എന്നാണ് രണ്ടാമത്തെ പിക്ചർ ഡെവലപ്പ് ചെയ്യിക്കുന്നത്. എങ്കിൽ ഫസ്റ്റ് പിക്ചർ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. അതിലാദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതൊരു സെമി സർക്കിളാണ്, അല്ലേ? ഒരു സെമി സർക്കിളാണ്. ഈ സെമി സർക്കിളിന്റെ ഏരിയ ആദ്യം കണ്ടുപിടിക്കണം. അതുപോലെ ഇവിടെ എന്തുകൊണ്ട് ഒരു ട്രയാങ്കിളും വരുന്നുണ്ട്. ഈ ട്രയാങ്കിളിന്റെ ഏരിയയും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എന്തിനാണ് ഞാൻ പറഞ്ഞുതരാം.
ആദ്യം ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്തിന്റെ ഏരിയ വേണ്ടത്? ഏരിയ ഓഫ് സെമി സർക്കിൾ. എന്തായിരുന്നു? സർക്കിളിന്റെ ഏരിയ കാണേണ്ട ഇക്വേഷൻ എന്തായിരുന്നു? പൈ ആർ സ്ക്വയർ അല്ലേ? പൈ ആർ സ്ക്വയർ. യെസ്, പൈ ആർ സ്ക്വയർ. എങ്കിൽ സെമി സർക്കിൾ ആണെങ്കിൽ സർക്കിളിന്റെ ഹാഫ് അല്ലേ വരെ അല്ലേ? ദെൻ സർക്കിളിന്റെ ഏരിയ കണ്ട ഇക്വേഷൻ പൈ ആർ സ്ക്വയർ ആണെങ്കിൽ സെമി സർക്കിളിന്റെ ഏരിയ എന്തായിരിക്കും? യെസ്, അത് തന്നെ, ഹാഫ് പൈ ആർ സ്ക്വയർ അല്ലേ? ഹാഫ് 1/2 ഹാഫ് പൈ ആർ സ്ക്വയർ. എങ്കിൽ ആൻസർ എഴുതി നോക്കാം നമുക്ക്. ഏരിയ ഓഫ് സെമി സർക്കിളിന്റെ ഏരിയ ഹാഫ് പൈ ആർ സ്ക്വയർ. ദാറ്റ് മീൻസ് ഹാഫ് ഇൻറ്റു then pi into radius square. R means radius. ഇവിടെ R എന്ന് പറയുന്ന പോർഷൻ നോക്കൂ നിങ്ങൾ. R എന്ന പോർഷൻ ഇവിടെ നമുക്കില്ല, പകരം അതിന്റെ ടോട്ടൽ പോർഷൻ എന്തായിരിക്കും? ഫുൾ C ആണ് അല്ലേ? റേഡിയസിന്റെ ഡബിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, C ആണ് ഡയമീറ്റർ കിട്ടിയിട്ടുണ്ട് അല്ലേ? ദെൻ എങ്കിൽ റേഡിയസ് നമുക്കറിയാം C ആണ് ഫുൾ എങ്കിൽ അതിന്റെ ഹാഫ് എന്ത് കിട്ടും? C/2. എങ്കിൽ റേഡിയസ് മീൻസ് C/2 അതിന്റെ ഹോൾ സ്ക്വയർ. ഇതാണ് സെമി സർക്കിളിന്റെ ഏരിയ. ഓക്കെ ഓക്കെ, ഒന്നുകൂടെ നോക്കൂ. ഏരിയ ഓഫ് സെമി സർക്കിൾ ഈക്വൽ ടു ഹാഫ് പൈ ആർ സ്ക്വയർ. ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് ഇല്ല, ഡയമീറ്ററേ ഉള്ളൂ. റേഡിയസ് നമുക്കറിയാം C/2. എങ്ങനെ കിട്ടി? ഡയമീറ്റർ C അല്ലേ? 3 ലൈൻ C അല്ലേ? സിന്റെ ഹാഫ് C/2 അതിന്റെ സ്ക്വയർ. ദെൻ ആൻസർ ഇവിടെ നിർത്താം, മതി, ഇത് ചെയ്യൊന്നും വേണ്ട. ഇനി നെക്സ്റ്റ് വൺ ആയിട്ട് നെക്സ്റ്റ് ഏരിയ കാണാം. എന്തിന്റെ ഏരിയ നമുക്ക് നെക്സ്റ്റ് കാണേണ്ടത്? അതെ, ട്രയാങ്കിളിന്റെ ഏരിയ. ഏരിയ ഓഫ് ട്രയാങ്കിൾ അല്ലേ? ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഞാൻ ഷോർട്ടായിട്ട് എഴുതാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ. എന്താണ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ട ഇക്വേഷൻ? എന്തായിരുന്നു? ഹാഫ് PH. കറക്റ്റ് അല്ലേ? ഹാഫ് PH. ദെൻ നമുക്ക് എഴുതാം ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു ഹാഫ് BH. എങ്കിൽ ആൻസർ നോക്കൂ, ഹാഫ് ഇൻറ്റു ബേസ് ആണ്. ഇതിന്റെ ബേസ് എന്താ? ബേസ് നമുക്ക് ഏതെടുക്കാം? ബേസ് A എന്ന് എടുക്കാം അല്ലേ? ഇതാണ് ബേസ്, കാരണം ഇതൊരു 90 ഡിഗ്രി പോർഷൻ ആണെന്ന് അറിയാലോ, റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ. ദെൻ A പോർഷൻ A ഇൻറ്റു ദെൻ H, ഇതാണ് ഹൈറ്റ്, ദെൻ B. എങ്കിൽ ഹാഫ് BH, ഹാഫ് ഇൻറ്റു A ഇൻറ്റു B. ദാറ്റ് മീൻസ് നമുക്ക് ഒറ്റയടിക്ക് എഴുതാം ഹാഫ് AB. ഇതാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഇപ്പൊ ഏരിയ ഓഫ് സെമി സർക്കിളും കണ്ടു, ഏരിയ ഓഫ് ട്രയാങ്കിളും കണ്ടു. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താ വെച്ചാൽ, ഇതെന്താണ് രണ്ടും ചെയ്തത്? നമുക്ക് ഈ ഒരു പോർഷൻ കണ്ടോ നിങ്ങൾ? ഞാൻ ഇവിടെ പേര് കൊടുത്തത് മുമ്പേ പറഞ്ഞാൽ വിട്ടുപോയതല്ല, നിങ്ങൾക്കറിയാം. എയും ബിയും സിയും പേര് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് കൊടുത്തേ ഉള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കാണുന്ന പോർഷൻ കണ്ടോ നിങ്ങൾ? ഈ പിക്ചറിൽ നിന്നും ഈ ഒരു ട്രയാങ്കിൾ ഇങ്ങോട്ട് ഇളക്കിയെടുക്കണം അല്ലെ? ഇങ്ങോട്ട് മാറ്റിയെടുക്കണം. ബാക്കി ഈ കാണുന്ന ഈ പോർഷൻ അല്ലെ, ഈ കാര്യം ഇതിൻ്റെ ഉള്ളിൽ മാത്രം ഉണ്ടാവുള്ളൂ. അത് മാത്രം എത്രയാണ്? റിമൈനിങ് എത്രയാണ്? അതായത് ഈ കാണുന്ന ഭാഗമല്ലേ ഇത് അതേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ട്രയാങ്കിൾ ഞാൻ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി ഈ പോർഷൻ മാത്രം ഉണ്ടാവും. അത് എത്രയാണെന്ന് കാണണം. അതെങ്ങനെ കാണാം? റിമൈനിങ് പോർഷൻ എങ്ങനെ കാണാം? റിമൈനിങ് പോർഷൻ, ബാക്കിയുള്ള ബാലൻസിങ് പോർഷൻ എങ്ങനെ കാണാം? ബാലൻസിങ് എങ്ങനെ കാണാം? ഈ ടോട്ടൽ വരുന്ന സെമി സർക്കിളിൽ നിന്നും ഈ ഏരിയ, ട്രയാങ്കിളിന്റെ ഏരിയ, അത് ഏരിയ ഓഫ് സെമി സർക്കിളിൽ നിന്നും ഏരിയ ഓഫ് ട്രയാങ്കിള് ഇങ്ങോട്ട് മാറ്റിയാൽ ബാക്കി കിടക്കുന്നത് ഈ പോർഷനായി. അത് നമ്മൾ കണ്ടുപിടിക്കണം, ആവശ്യമുണ്ട്. അപ്പം ഏരിയ ഓഫ് സെമി സർക്കിളിൽ നിന്നും ഏരിയ ഓഫ് ട്രയാങ്കിൾ മൈനസ് ചെയ്താൽ ഈ കാണുന്ന ഇവിടെ ഞാൻ എങ്ങനെ എഴുതിയിരിക്കുന്നത് ഈ കാണുന്നു, ഈ പോർഷൻ നമുക്ക് കിട്ടും അല്ലേ? ഈ പോർഷൻ നമുക്ക് കിട്ടും. ഇതിനെയാണ് രണ്ടും ഒന്നിനെയാണ് അല്ലേ?
അതെങ്ങനെ കാണും നോക്കൂ. ഹാഫ് പൈ c/2 ഹോൾ സ്ക്വയറിൽ നിന്നും ഹാഫ് ab മൈനസ് ചെയ്താൽ മതി. എങ്ങനെ ചെയ്ത് നോക്കൂ. ബാലൻസിങ് ആണ്. എങ്ങനെയാ? ഹാഫ് പൈ ഇത് അങ്ങോട്ട് എഴുതാം കേട്ടോ. ഹാഫ് പൈ പറയുന്നത് c/2 ഹോൾ സ്ക്വയർ മൈനസ് നെക്സ്റ്റ് എന്താണ്? ഹാഫ് എ ബി. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത്. am I right? മനസ്സിലായോ? ഇപ്പൊ ഇതിനാണ് ചെയ്തത്. കാരണം എന്തിനാണ് ഏരിയ ഓഫ് സെമി സർക്കിൾ കണ്ടത്? എന്തിനാ ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടത്? നമുക്ക് ഈ കാണുന്ന ഈ കൊച്ചു ഭാഗങ്ങൾ അല്ലേ, ഈ ഭാഗങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് കണ്ടുപിടിക്കണം. കാരണം അങ്ങനെ കണ്ടുപിടിച്ചാലേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സെമി സർക്കിളിന്റെ ഏരിയ എഴുതി, മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ അതും എഴുതി. ഇപ്പൊ നമ്മുടെ ഒന്നാമത്തെ പോർഷൻ കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോ കണ്ടെത്തിയ കാര്യം മനസ്സിലായോ? ബാലൻസിങ് എത്ര കിട്ടി? ഈ പോർഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹാഫ് പൈ c/2 ഹോൾ സ്ക്വയർ മൈനസ് ഹാഫ് എ ബി കിട്ടിയല്ലോ. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു ഡോട്ടഡ് പോർഷൻസിന്റെ ഭാഗമാണ് കാണേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു പിക്ചറാണ് നമ്മൾ അടുത്തതായിട്ട് വരച്ചത്. ഈ ഫസ്റ്റ് സെമി സർക്കിളാ വരച്ചത് അല്ലേ? ഈ കാണുന്ന ഇങ്ങനെ ഇനി ഈ പിക്ചറോട് കൂട്ടി വരച്ചിരിക്കുന്ന ഈ സെമി സർക്കിളിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. ഒന്നാമത്തെ സെമി സർക്കിളും കാണണം, അതേപോലെ രണ്ടാമത്തെ സെമി സർക്കിളും കാണണം. അപ്പൊ ഞാൻ അങ്ങനെ ഫസ്റ്റ് സെമി സർക്കിൾ പുതുതായിട്ട് വരച്ചു ചേർത്തല്ലേ, ഫസ്റ്റ് സെമി സർക്കിൾ, സെക്കൻഡ് സെമി സർക്കിൾ എന്ന് പേര് കൊടുത്തു. അപ്പൊ ഫസ്റ്റ് സെമി സർക്കിളിന്റെ ഏരിയ അല്ലെ, ഫസ്റ്റ് സെമി സർക്കിളിന്റെ ഏരിയ ആണ് കാണുന്നത്. സെമി സർക്കിളിന്റെ ഏരിയ ആണ് നമ്മൾ കാണുന്നത് അല്ലേ? സെമി സർക്കിളിൽ എന്താ കാണുന്നത്? ഏരിയ. ഏരിയ ഓഫ് ഫസ്റ്റ് സെമി സർക്കിൾ. എങ്കിൽ എന്തായിരുന്നു സെമി സർക്കിളിന്റെ ഏരിയ? ആദ്യം പറഞ്ഞു. എന്തായിരുന്നു? പറയൂ. എന്തായിരുന്നു? ഹാഫ് പൈ ആർ സ്ക്വയർ. എങ്കിൽ ഹാഫ് പൈ ആർ സ്ക്വയർ എങ്കിൽ ഹാഫ് ഇൻറ്റു ദെൻ പൈ ഇൻറ്റു ആർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു റേഡിയസ്. ഏതിന്റെ കാണുന്നത്? ഫസ്റ്റിന്റെ ആണ്. ഈ പിക്ചറിന്റെ ആണ് കാണുന്നത് നമ്മൾ അല്ലേ? അങ്ങനെ കാണുമ്പോൾ അതിന്റെ ഡയാമീറ്റർ ഏതാ? എ അല്ലേ? അപ്പൊ റേഡിയസോ a/2 എങ്കിൽ a/2 ഹോൾ സ്ക്വയർ. ഓക്കെ, അത് കഴിഞ്ഞു, അതൊക്കെ ആയി. അപ്പൊ സെമി സർക്കിൾ, ഫസ്റ്റ് സെമി സർക്കിൾ ഏരിയ കണ്ടു. ഇനി കാണുന്ന സെക്കൻഡ് സെമി സർക്കിളിന്റെ ഏരിയ ഇതുപോലെ ചെയ്താൽ മതി. സെയിം പാറ്റേൺ ആണ്. ഇനി എന്താണ്? സെക്കൻഡ് സെമി സർക്കിൾ ആണ് കാണുന്നത് അല്ലെ? സെക്കൻഡ് സെമി സർക്കിൾ അതിന് എന്താ കാണുന്നത്? ഏരിയ കാണും അല്ലെ? ഏരിയ കാണുമെങ്കിൽ എങ്ങനെ തന്നെയാണ്? ഹാഫ് പൈ ആർ സ്ക്വയർ ദെൻ ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു പിക്ചറിന്റെ ഡയാമീറ്റർ എന്താണ്? ബി ആണ്. എങ്കിൽ റേഡിയസ് b/2 എങ്കിൽ ഹാഫ് b/2 പിന്നെ ഹോൾ സ്ക്വയർ. ഇതാണ് സെക്കൻഡ് വൺ. ഓക്കെ, മനസ്സിലായോ? ഇനി ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? നമ്മുടെ ഈ പിക്ചറിന്റെ ഏരിയ എത്ര ആദ്യം കിട്ടിയിരുന്നു നിങ്ങൾക്ക്? എന്തായിരുന്നു കിട്ടിയത് ആൻസർ? നിങ്ങൾ കിട്ടിയിരുന്നില്ല ഹാഫ് എ ബി എന്ന് കിട്ടിയിട്ടില്ല നിങ്ങൾക്ക്? ഉണ്ടല്ലോ, ഹാഫ് എ ബി ആണ് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ ചെയ്തിട്ടുണ്ടത്. ഈ ആൻസറിന്റെ അതേ ആൻസർ ആവണം എന്ത്? ഈ ഒരു ഡോട്ട് ചെയ്ത പോർഷൻസിന്റെയും ഏരിയ. പക്ഷെ നമുക്ക് കിട്ടിയ നോക്കൂ, ഈ പിക്ചറിന്റെ ഫുള്ളായിട്ടുള്ള സെമി സർക്കിളിന്റെ ഏരിയ ആണ് ഹാഫ് പൈ a/2 ഹോൾ സ്ക്വയർ അല്ലേ? ഈ ഫുള്ളായിട്ടുള്ള ഈ സെക്കൻഡ് പിക്ചറിന്റെ സെമി സർക്കിളിന്റെ ഏരിയ ആണെന്ത്? ഹാഫ് പൈ b/2 ഹോൾ സ്ക്വയർ. എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ റിമൈനിങ് പോർഷൻ, കാരണം നമുക്ക് ഈ ഡോട്ട് ഇട്ട പോർഷൻ മതി
അല്ലെ? ക്രസന്റ് പോർഷൻ അല്ലേ, ഡോട്ട് പോർഷൻ. അപ്പൊ ഈ സംഭവം, ഈ പോർഷൻസുകൾ ഒഴിവാക്കണം. നമുക്ക് ഈ കാണുന്ന ഈ ഭാഗം, ഞാൻ കാണിക്കുന്ന ഈ ഭാഗം എന്ത് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് നമുക്ക്. എവിടെ? അതാണത് അല്ലേ? ഈ ഭാഗം കിട്ടിയിട്ടുണ്ടല്ലോ. ഈ ഭാഗം നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഈ രണ്ട് പോർഷൻസ് നോക്കും നിങ്ങൾ. ഈ രണ്ട് ഡോട്ട് ചെയ്ത പോർഷനും പ്ലസ് ചെയ്തിട്ട്, കാരണം ഈ രണ്ടിൻ്റെയും കൂടെ ഏരിയ കാണണം. ഈ ഭാഗം മാത്രം, ഡോട്ട് ചെയ്ത പോർഷൻ മാത്രം കാണണമെങ്കിൽ ഈ ഡോട്ടഡ് പോർഷൻ പ്ലസ് ചെയ്യാം. എന്നിട്ട് ഈ ഡോട്ട് ഇല്ലാത്ത പോർഷൻ എന്ത് ചെയ്യാം? മൈനസ് ചെയ്താൽ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ഏരിയ എന്തായിരിക്കും? ഹാഫ് ബൈ എ ബൈ 2 ഹോൾ സ്ക്വയർ. ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ഏരിയ എന്തായിരുന്നു? ഹാഫ് ബൈ ബി ബൈ 2 ഹോൾ സ്ക്വയർ. ഈ രണ്ട് ആൻസറുകളും പ്ലസ് ചെയ്യണം. ചെയ്ത് നോക്കൂ കേട്ടോ, ചെയ്ത് നോക്കുക നിങ്ങൾ. ദെൻ ഹാഫ്, ഈ ആൻസർ അങ്ങോട്ട് എഴുതാം. ഹാഫ് പൈ എ ബൈ 2 ഹോൾ സ്ക്വയർ. ഇതിനെന്ത് ചെയ്യണം? ഇതും പ്ലസ് ചെയ്യണം. ഫുൾ എമൗണ്ട് ആണ്. മുഴുവനായിട്ടുള്ള സെമി സർക്കിളിന്റെ ഏരിയ ഹാഫ് എ ബൈ 2 ഹോൾ സ്ക്വയർ. ഇനി ഈ സെമി സർക്കിളിന്റെ ഏരിയ പ്ലസ് ചെയ്യണം, രണ്ടും പ്ലസ് ചെയ്യണം. ബൈ ഹാഫ് പൈ എന്തായിരുന്നു? ബി ബൈ 2 ഹോൾ സ്ക്വയർ. രണ്ടും പ്ലസ് ചെയ്തില്ലേ? ഈ മുഴുവനായിട്ടുള്ള സെമി സർക്കിളിൽ ആര് പോകണം? ഈ കാണുന്ന ഞാൻ ഇങ്ങനെ ഡോട്ട് ചെയ്ത പോർഷൻ, ഈ ഭാഗം ഇങ്ങനെ പോകണം. ഈ ഭാഗം നമുക്ക് ആദ്യം കണ്ടുപിടിച്ചതാണ്. അതാണ് ഇതെന്നെ ഒഴിവാക്കണം എന്ന് വെച്ചാൽ ഈ കാണുന്ന ആൻസറിൽ നിന്നും എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഏത്? ഞാൻ വേറെ തന്നെ കാണിക്കുന്നുണ്ട്. മൈനസ് ചെയ്യണം. ഏത്? ഹാഫ് പൈ then c by 2 whole square then minus half ab. മനസ്സിലാവുണ്ടോ? ഇത്രയുള്ള സംഭവം. ഈ മുഴുവനായിട്ടുള്ള സെമി സർക്കിൾ ഹാഫ് എ ബൈ 2 ഹോൾ സ്ക്വയർ. ഈ മുഴുവനായിട്ടുള്ള സെമി സർക്കിൾ അതിൻ്റെ ഏരിയ ഹാഫ് ബി ബൈ 2 ഹോൾ സ്ക്വയർ. ഇതിൽ നിന്നും ഈ കാണുന്ന ഈ ഭാഗങ്ങൾ മാത്രം നമുക്ക് എന്ത് ചെയ്യും? ഒഴിവാക്കാം. കാരണം ഈ ഭാഗം നമ്മൾ കണ്ടുപിടിച്ചു ആദ്യം. അതാണത്. ഇത് മൈനസ് ചെയ്ത് കൊടുക്കുക. നോക്കിക്കോളൂ നിങ്ങളെ ആൻസർ. ഹാഫ് പൈ എന്താ? എ ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എയുടെ സ്ക്വയർ എ സ്ക്വയർ ബൈ 2യുടെ സ്ക്വയർ 4. ഓക്കെ, സ്ക്വയർ ബൈ 4. നെക്സ്റ്റ് പ്ലസ് ഇവിടെയും ചെയ്ത് ഹാഫ് പൈ ഇവിടെ ബിയുടെ സ്ക്വയർ ബി സ്ക്വയർ ബൈ 2ന്റെ സ്ക്വയർ 4. ഞാനിവിടെ ഒരു കോമൺ മൈനസ് ഇടാണ്. ഈ മൈനസ് വരുമ്പോൾ സ്പെഷ്യാലിറ്റി എനിക്ക് അറിയാം. മൈനസ് ഈ മൈനസ് എന്ത് വരും? ഹാഫ് പൈ എന്ത് കിട്ടും? സി ബൈ 2 ഹോൾ സ്ക്വയർ എന്ത് കിട്ടും? സി സ്ക്വയർ ബൈ 2 സ്ക്വയർ 4. ഇനി ഈ മൈനസ് ശ്രദ്ധിക്കണം. കാരണം ഈ മൈനസും ഇവിടെ ഒരു മൈനസും വരുമ്പോൾ എന്തായി മാറും? പ്ലസ്. ബാക്കി അതേ കോപ്പി ചെയ്താൽ മതി. ഹാഫ് എ ബി. ഇതാണ് കിട്ടിയ ആൻസർ. ഹാഫ് പൈ എ സ്ക്വയർ ബൈ 4 ഹാഫ് പൈ ബി സ്ക്വയർ ബൈ 4 മൈനസ് ഹാഫ് പൈ സി സ്ക്വയർ ബൈ 4. ഇത്രയും ആൻസറുകൾ ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ മുമ്പേ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇത്രയും ഭാഗങ്ങളുടെ ആൻസറുകൾ. ഹാഫ് പൈ എ സ്ക്വയർ ബൈ 4 ഹാഫ് പൈ ബി സ്ക്വയർ ബൈ 4 ഹാഫ് മൈനസ് ഹാഫ് പൈ സി സ്ക്വയർ ബൈ 4. ഇതിന് ആൻസർ എന്തായിരിക്കും? 0. 0. അതെങ്ങനെ കിട്ടും? വളരെ സിമ്പിളാണ്. ഞാൻ താഴെ ചെയ്യല്ല, ഞാൻ ഒഴിവാക്കി തരും. എന്നാലും ചെയ്യാണ്. നമുക്കറിയാം ഇത് വന്നിരിക്കുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ. പൈതഗോറസ് തിയറം വെച്ചുകൊണ്ടാണ് ചെയ്തത്. പൈതഗോറസ് തിയറം എക്സാമ്പിൾ ആയിട്ട് ഇതിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഭാഗം 3 ആണെങ്കിൽ 3 സ്ക്വയർ പ്ലസ് ബി പോർഷൻ 4 സ്ക്വയർ ആണെങ്കിൽ സി 5 സ്ക്വയർ എന്ന് കൊടുക്കാം.
ഇങ്ങനെ കിട്ടുള്ള ആൻസർ നമുക്ക്. 3 സ്ക്വയർ എത്രയാണ്? 9. 4 സ്ക്വയർ 16 ഈക്വൽ ടു 5 സ്ക്വയർ 25. അതായത് 9 പ്ലസ് 16 25. അതായത് ഈ 25 25 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0. മനസ്സിലാവുന്നുണ്ടോ? ഒറ്റയടിക്ക് ആൻസർ എന്ത് കിട്ടും? 0 കിട്ടും. നിങ്ങൾക്ക് അത്ര പ്രയാസം വരുന്നുണ്ടെങ്കിൽ ഓർത്ത് വെക്കണം, ഹാഫ് ബൈ എ സ്ക്വയർ ബൈ 4, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഈക്വൽ ടു എന്തായിരിക്കും? 0. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ആൻസർ എന്ത് കിട്ടി? ദെൻ ആൻസർ 0. നെക്സ്റ്റ് എന്ത് മാത്രമേ ഉള്ളൂ? ഹാഫ് എ ബി. നമുക്ക് ആൻസർ വരാം. 0 പ്ലസ് ഹാഫ് എ ബി എത്രയാ? ഹാഫ് എ ബി ആണ് ആൻസർ. എന്തിന്റെ ആൻസറാ പറയുന്നത്? ഈ ഡോട്ട് ഇട്ടതിന്റെ ഏരിയ. ഈ ആൻസർ സൂക്ഷിച്ചു നോക്കൂ. ട്രയാങ്കിളിന്റെ ഏരിയന്റെ ആൻസർ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. രണ്ടും കൂടെ ഇതിന്റെ ഏരിയ, ഈ ഡോട്ട് ചെയ്തതിന്റെ ഏരിയ ഹാഫ് എ ബി, ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് എ ബി, രണ്ടും ഒരേ ആൻസർ. അതായത് ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്തിന് ഈക്വലാണ്? ഈ ഡോട്ട് ചെയ്തിരിക്കുന്ന രണ്ട് ഡോട്ട് ചെയ്തിരിക്കുന്ന പോർഷൻസിന്റെയും ഏരിയക്ക് ഈക്വൽ ആണ്. ഇതിന്റെ ആൻസർ എന്താ കിട്ടിയത്? ഹാഫ് എ ബി, ഹാഫ് എ ബി. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡൗട്ട് കുറേ ആളുകൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനിയും എന്തെങ്കിലും ഡൗട്ട്സിന് നിങ്ങൾ ചോദിക്കുക. നമുക്ക് പല പോർഷൻസിലും ഇത്തരത്തിലും കൂടെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലും നമുക്ക് കാണാം, ഇത്തരത്തിലുള്ള ക്ലാസ്സുകളും കാണാം. നിങ്ങൾ വളരെ ഉപകാരപ്പെടുത്തണം നമ്മുടെ ക്ലാസ്സുകൾ, ജിസോണിൻ്റെ ക്ലാസ്സുകൾ ഉപകാരപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ.